എന്നുള്ള രീതിയിൽ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം, ഞങ്ങളെ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് വേണ്ടി അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ സഫലീകരിച്ച് കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ പലപ്പോഴും അതിന് പല കിട്ടാത്ത വിഷയം ഉണ്ടാവാറുണ്ട്, അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും നിങ്ങളെ ഏറ്റവും അനിവാര്യമായ, നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് തോന്നുന്നത് എന്താണോ അതിവിടെ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. അത് നടപ്പിലാക്കാൻ ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. കഴിഞ്ഞ 4 വർഷക്കാലം ഈ ഭരണസമിതി നിങ്ങളോടൊപ്പം തന്നെയാണ് നടന്നത് എന്നാണ് ഞങ്ങൾ മനസ്സറിഞ്ഞ്, ഞങ്ങൾക്കുള്ള ഒരു എല്ലാം തികഞ്ഞവരായിട്ട് ആരും ഉണ്ടാവാറില്ല. പക്ഷേ ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് പരമാവധി ഈ കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും ഞങ്ങളും നിസ്സഹായരാണ്. നേരത്തെ പറഞ്ഞ സാങ്കേതികത്വം മറികടക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിക്കോ ആർക്കും തന്നെ പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു വീട്ടിൽ ഇത് പ്രശ്നം നേരിടുന്ന ഒരാളുണ്ടെങ്കിൽ ആ വീട്ടിൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. സ്വന്തം കാര്യം ചെയ്യാൻ കഴിയാത്ത ആൾ വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബാക്കിയുള്ള ആളുകളുടെ ജീവിത ശൈലികളൊക്കെ അതിനനുസരിച്ച് മാറും. കാരണം അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ കാണുന്നതാണ്. നിങ്ങൾക്കിടയിൽ തന്നെ നിങ്ങളെക്കാളും മുതിർന്ന അവരുടെ മക്കളെ നിങ്ങൾ കൊണ്ടുപോകുന്നത്, ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതൊക്കെ വിടുന്നത് നമുക്കറിയാം. ചിലപ്പോൾ എങ്ങനെ ആയിരിക്കാം, അതിന് പല അപകടങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും അവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ്. ആ വീട്ടിലുള്ളവർക്ക് പുറത്തു പോകുന്നവരുടെ ആവശ്യങ്ങൾ ഇവിടെ ഉന്നയിച്ചു വരേണ്ടത്, അത് കുറിച്ചു വയ്ക്കുകയും തുടക്കത്തിൽ പറഞ്ഞ പോലെ അതിൽ എല്ലാം നടപ്പിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയും പരമാവധി എണ്ണം നടപ്പിലാക്കുകയും പരമാവധി അതിൽ സഹകരിക്കുക. നിങ്ങൾക്ക് നമുക്ക് ഉപകരണങ്ങളൊക്കെ പലതും നമ്മൾ കഴിഞ്ഞ വർഷവും 15 വർഷത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഉപകരണങ്ങൾ വന്നു എന്നാണ് സൂപ്പർവൈസർ പറഞ്ഞത്. ഇനി ബാലൻസ് ആയിരുന്നെങ്കിൽ അടുത്ത് തന്നെ വരികയും ചെയ്യും. ഇനി സ്കോളർഷിപ്പിന്റെ വിഷയത്തിൽ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് സംശയം ചോദിക്കുന്നത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കൽപ്പകഞ്ചേരി പഞ്ചായത്ത്